IPL-ൽ ഹാട്രിക് തോൽവികളുടെ ക്ഷീണത്തിൽ നിൽക്കവേ വലിയൊരു തിരിച്ചടിയാണ് രാജസ്ഥാൻ റോയൽസിന് ഇപ്പോൾ നേരിട്ടിരിക്കുന്നത്. പ്ലേ ഓഫ് ബർത്ത് ഉറപ്പിക്കും മുമ്പേ തന്നെ ഇംഗ്ലണ്ടിൻ്റെ വെടിക്കെട്ട് ഓപ്പണർ ജോസ് ബട്ട്ലറിനെ റോയൽസിന് നഷ്ടമായിരിക്കുകയാണ്. സീസണിലെ ശേഷിച്ച മത്സരങ്ങൾ കളിക്കാതെ അദ്ദേഹം ടീം വിട്ടു. അടുത്ത മാസം നടക്കാനിരിക്കുന്ന T20 ലോകകപ്പിനായി ഇംഗ്ലണ്ട് ടീമിനൊപ്പം തയ്യാറെടുക്കുന്നതിനായിട്ടാണ് അവരുടെ ക്യാപ്റ്റൻ കൂടിയായ ബട്ട്ലർ റോയൽസിനോട് ഗുഡ് ബൈ പറഞ്ഞിരിക്കുന്നത്. ഇതോടെ സീസണിൽ ഇനി ശേഷിക്കുന്ന 2 ലീഗ് മത്സരങ്ങളിലും അതിനുശേഷമുള്ള പ്ലേ ഓഫ് പോരാട്ടങ്ങളിലും റോയൽസിനു വേണ്ടി ആര് ഓപ്പണറായി ഇറങ്ങുമെന്നതാണ് ചോദ്യം. ബട്ട്ലറിൻ്റെ അഭാവം നികത്തുകയെന്നത് റോയൽസിന് ഒരിക്കലും എളുപ്പമായിരിക്കില്ല. യശസ്വി ജയ്സ്വാളിനോടൊപ്പം അഗ്രസീവ് ഇന്നിംഗ്സുകൾ കളിക്കാൻ ശേഷിയുള്ള ഒരു വലങ്കയ്യൻ ബാറ്ററിയാണ് റോയൽസിനും ആവശ്യം. ഈ സീസണിൽ ബട്ട്ലർ മികച്ച പ്രകടനമാണ് റോയൽസിനായി കാഴ്ചവെച്ചത്. 11 മത്സരങ്ങളിൽ നിന്നും 359 റൺസ് അദ്ദേഹം സ്കോർ ചെയ്തിരുന്നു. 39.89 ശരാശരിയിൽ 140 സ്ട്രൈക്ക് റേറ്റിലാണിത്. 2 സെഞ്ചുറികൾ ബട്ട്ലർ സ്വന്തം പേരിൽ കുറിച്ചിരുന്നു. ഇതിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റൺ ചേസിൽ പുറത്താവാതെ അദ്ദേഹം നേടിയ സെഞ്ചുറി IPL ചരിത്രത്തിൽ തന്നെ എക്കാലത്തെയും മികച്ച ഇന്നിംഗ്സുകളിൽ ഒന്നാണ്. ബട്ട്ലറുടെ അഭാവത്തിൽ നായകൻ സഞ്ജു തന്നെ സ്വയം ഓപ്പണിംഗിലേക്ക് പ്രൊമോട്ട് ചെയ്യുമോ എന്നാണ് ക്രിക്കറ്റ് പ്രേമികൾ ഉറ്റുനോക്കുന്നത്. നിലവിൽ 3-ാം നമ്പറിൽ ബാറ്റ് ചെയ്യുന്ന അദ്ദേഹം സീസണിൽ ഒരുപാട് മത്സരങ്ങൾ തുടക്കത്തിൽ വിക്കറ്റ് നഷ്ടമായതിനെ തുടർന്ന് പവർ പ്ലേയിൽ തന്നെ ബാറ്റിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്പൺ ചെയ്യുകയെന്നത് സഞ്ജുവിനെ സംബന്ധിച്ച് അത്ര വലിയ വെല്ലുവിളിയാകില്ല. മാത്രമല്ല, നേരത്തെ ഇന്ത്യൻ ടീമിനു വേണ്ടി ഓപ്പണറായി കളിച്ചിട്ടുള്ള താരം കൂടിയാണ് സഞ്ജു. അന്താരാഷ്ട്ര T20-ൽ സഞ്ജു തൻ്റെ ഏറ്റവും ഉയർന്ന സ്കോർ കണ്ടെത്തിയത് ഓപ്പണറായി ഇറങ്ങിയപ്പോഴായിരുന്നു. അയർലൻഡിനെതിരെ അവരുടെ നാട്ടിൽ നടന്ന T20 പരമ്പരയിലായിരുന്നു അദ്ദേഹത്തിന് ഓപ്പൺ ചെയ്യാൻ അവസരം ലഭിച്ചത്. ഇഷാൻ കിഷനൊപ്പം ഓപ്പണറായി ഇറങ്ങിയ സഞ്ജു 77 റൺസുമായി കസറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ IPL-ൽ ഇനി റോയൽസിനായും സഞ്ജു ശേഷിക്കുന്ന മത്സരങ്ങളിൽ ഓപ്പൺ ചെയ്താൽ അത്ഭുതപ്പെടാനില്ല. നിലവിൽ മധ്യനിരയിലും ഫിനിഷറുമായെല്ലാം റോയൽസിനായി കളിച്ചുകൊണ്ടിരിക്കുന്ന ധ്രുവ് ജുറേലാണ് ഓപ്പണിംഗിൽ പരീക്ഷിച്ചു നോക്കാവുന്ന മറ്റൊരു താരം. അദ്ദേഹത്തിൻ്റെ പ്രഹരശേഷിയുടെ കാര്യത്തിൽ ആർക്കും സംശയമില്ല. IPL-ൽ ഇനിയും ഓപ്പണിംഗിൽ പരീക്ഷിക്കപ്പെട്ടില്ലെങ്കിലും ഉത്തർപ്രദേശ് 2020 ടൂർണമെൻറ്റിൽ ഓപ്പണറായി ഇറങ്ങി ജുറേൽ മിന്നിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ബട്ട്ലർക്ക് പകരം ഓപ്പണിംഗിൽ ജുറേൽ തീർച്ചയായും നല്ലൊരു ഓപ്ഷനാണ്.